പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 57-ാം ഭാഗത്തിന് ശേഷം കുറഞ്ഞൊരു ദീർഘമായ ഇടവേള ഉണ്ടായിപ്പോയി. പല സാങ്കേതിക കാരണങ്ങളാലും മാനത്തേക്കൊരു കിളിവാതിലിൻ്റെ 58-ാമത്തെ ഭാഗം പൂർത്തീകരിക്കാൻ അല്പം താമസമെടുത്തു. അത് എന്നോടൊപ്പം എൻ്റെ കാഴ്ചക്കാർ സഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് മാനത്തേക്കൊരു കിളിവാതിലിൻ്റെ 58-ാം ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതല്പം ദീർഘമായ ഒരു ഭാഗമാണ്. അതിന് കാരണം നമ്മൾ ആധുനിക ജ്യോതിശാസ്ത്രത്തിലേക്ക് ഉടൻ തന്നെ കടക്കുകയാണ്. ഈ ഭാഗത്തോടുകൂടെ ഇനി 2 എപ്പിസോഡുകൾ കൂടെ കഴിഞ്ഞാൽ ആധുനിക ജ്യോതിശാസ്ത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഭാഗം എന്താണെന്നല്ല ചോദ്യം. അത് മനുഷ്യ ചരിത്രത്തിലെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ ഒരു പൗരാണിക ജ്യോതിശാസ്ത്ര കാലത്തെ ഒരു കണ്ടുപിടുത്തത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ചിലപ്പോൾ അത് എന്താണെന്നുള്ള കാര്യമറിയാൻ ആകാംക്ഷാഭരിതരായിരിക്കും. മറ്റൊന്നുമല്ല, സമയമാണല്ലോ മനുഷ്യൻ്റെ ഒട്ടുമിക്ക പുരോഗതിയിലേക്കുള്ള ജൈത്രയാത്രയിൽ മനുഷ്യനെ സഹായിച്ച ഒരു ഘടകം സമയമാണ്. ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യൻ ആലോചിച്ചിരുന്നു, എന്താണ് സമയം, അതെങ്ങനെ അളക്കാം. അതളക്കാനുള്ള ഉപാധിയായിട്ട് ആദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് സൂര്യനെ പറ്റിയാണ്. സൂര്യനാണല്ലോ പ്രാകൃതനായ മനുഷ്യന് സമയബോധമുണ്ടാക്കിയത്. കാരണം പകൽ സമയത്ത് പെറുക്കി തിന്നും വേട്ടയാടിയും കാട്ടിൽ അലഞ്ഞു നടന്നിരുന്ന മനുഷ്യന് രാത്രി പുറത്തിറങ്ങാൻ വയ്യാതാവും. ഒന്നുകിൽ അവൻ മറ്റു ജീവികളാൽ ഭുജിക്കപ്പെടും, അതല്ലെങ്കിൽ അവൻ സ്വന്തം സഹോദരന്മാർ വധിക്കപ്പെടും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങും, അസ്തമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഗുഹയിലേക്ക്. ഒരുപക്ഷെ ചന്ദ്രനെ പോലും അവർക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ സമയത്തെപ്പറ്റി ബോധവാനായിരുന്നു. കാരണം സൂര്യനാണ് അവന് ദിനരാത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. ആ ദിനരാത്രങ്ങളെയും ദിവസത്തെയും പിന്നീട് വന്ന മാസത്തെയും വർഷത്തെയും ഒക്കെ യുക്തിസഹമായി കൂട്ടിയിണക്കിയ ഒരു രേഖയാണ് കലണ്ടർ. അത്ഭുതകരമായ ഒരു രേഖ. ഒരു 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് അറിയുന്ന പോലെയുള്ള വർഷങ്ങൾക്ക് നമ്പറില്ല, മാസങ്ങളില്ല, ദിവസങ്ങൾക്ക് അക്കങ്ങളില്ല. നമ്മളിന്ന് 1-ാം തീയതി 2-ാം തീയതി എന്ന് പറയുന്ന അക്കങ്ങളൊന്നും ഒന്നില്ല. മണിക്കൂറില്ല, മിനിറ്റില്ല, സെക്കൻഡില്ല. ഇങ്ങനെയൊന്നുമില്ലാതിരുന്ന കാലത്തിൽ നിന്നാണ് അവൻ സമയത്തെപ്പറ്റി ചിന്തിച്ച് പുതിയ ഒരു രൂപരേഖ ഉണ്ടാക്കിയെടുത്തു. അതാണ് കലണ്ടർ. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ചിന്താവിഷയം കലണ്ടറാണ്. അതേപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഈ പറയുന്ന സമയത്തിൻ്റെ ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കലണ്ടർ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെ? ഒരു കലണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവോ? വിവിധ തരം കലണ്ടർ ഉണ്ടായിരുന്നുവോ?
അങ്ങനെയാണെങ്കിൽ ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കുന്ന കലണ്ടറിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? അതിൻ്റെ ചരിത്രത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡ് അല്പം ദീർഘമായതാണ്. അതുകൊണ്ട് ക്ഷമയോടെ ഈ എപ്പിസോഡ് കാണണം. കാരണം ഇത് മനുഷ്യൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും, ഓരോ സമയത്തെയും, ഓരോ മിനിറ്റിനെയും, ഓരോ സെക്കൻഡിനെയും സൂചിപ്പിക്കുന്ന രേഖപ്പെടുത്തിയ രേഖകളാണ് കലണ്ടറുകൾ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹം തീർച്ചയായും ഇത് കാണണം, മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ കലണ്ടറിലേക്ക്. "അന്നത്തേക്കൊരു കിളിവാതിൽ" എന്ന പ്രഭാഷണ പരമ്പരയുടെ 58ാം ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഭാഗം മനുഷ്യവംശത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഉപകരണമായ കലണ്ടറുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കലണ്ടറുകൾ ജ്യോതിശാസ്ത്രവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിശാസ്ത്ര പഠനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കലണ്ടറുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മുടെ പൗരാണികർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ കലണ്ടറുകളുടെ ചരിത്രം പഠിക്കുക, അതെങ്ങനെ പരിണമിച്ചുണ്ടായി വന്നു എന്ന് മനസ്സിലാക്കുക മനുഷ്യ സംസ്കാരത്തിന് ഏറ്റവും ആവശ്യകരമായ ഒരു പ്രവർത്തനമായതിനാൽ ഇന്ന് ഈ ഭാഗത്ത് നമ്മൾ കലണ്ടറുകളെ പറ്റിയുള്ള വിസ്തരിച്ചുള്ള ഒരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കലണ്ടർ എന്നാൽ പ്രായോഗിക അർത്ഥത്തിൽ ദിവസങ്ങളെ ചിട്ടപ്പെടുത്തുന്ന സമ്പ്രദായം എന്നാണ് അർത്ഥം. അതായത് സമയത്തിൻ്റെ ഘടകങ്ങൾക്ക് ഉചിതമായ പേര് നൽകി കൂട്ടിയോജിപ്പിച്ച് ചിട്ടപ്പെടുത്തുക എന്നർത്ഥം. ഉദാഹരണത്തിന് ദിവസം, മാസം, ആഴ്ച, വർഷം എന്നീ ഘടകങ്ങളെ, ഇവയൊക്കെ സമയത്തിൻ്റെ ഘടകങ്ങളാണല്ലോ, യുക്തിസഹമായി കൂട്ടിയോജിപ്പിച്ചാണ് കലണ്ടർ ഉണ്ടാക്കുന്നത്. മനുഷ്യവംശത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് കലണ്ടർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്രമാണ് "മാനത്തേക്കൊരു കിളിവാതിലിൻ്റെ" ഈ 58ാം ഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ "മാനത്തേക്കൊരു കിളിവാതിലിൻ്റെ" ആദ്യ ഭാഗമായ പൗരാണിക ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെ അതിൻ്റെ അവസാനത്തെ ഭാഗത്തെ കടക്കുകയാണ്. ഏതാണ്ട് അതിൻ്റെ അവസാനത്തെ ഭാഗത്താണ് ഈ കലണ്ടറുകളെ പറ്റി അവതരിപ്പിക്കുന്ന അർത്ഥം. കണക്കുകൾ ഹാജരാക്കേണ്ട തീയതി എന്നർത്ഥം വരുന്ന ലാറ്റിൻ ഭാഷാ പദം കാലൻഡയിൽ നിന്നാണ് കലണ്ടർ എന്ന പദം ഉണ്ടായത്. ആദ്യത്തെ കലണ്ടർ നിർമ്മാണ ശ്രമം നടന്നത് വെങ്കല യുഗക്കാലത്താണ്, അതായത് ബ്രോൺസ് ഏജ്. അത് നടന്നത് സുമേറിയയിലാണ്, ഇന്ന് നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന ആ പ്രദേശങ്ങൾ. ഇന്ത്യക്കാർക്ക് ഔദ്യോഗികമായി സമാന്തരമായിട്ട് കലണ്ടറുകൾക്ക് പകരം പഞ്ചാംഗം എന്നാണ് പേര് കൊടുത്തിരുന്നത്. പഞ്ചാംഗത്തിൽ വാരമുണ്ട്, തിഥിയുണ്ട്, കരണമുണ്ട്, യോഗമുണ്ട്, നക്ഷത്രമുണ്ട്. എന്നിങ്ങനെ 5 അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചാംഗം. പഞ്ചാംഗത്തിലുള്ള ഈ 5 അംഗങ്ങൾ, അതായത് തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം എന്നിവ എന്താണെന്ന് നോക്കാം. തിഥി എന്നാൽ ചാന്ദ്ര ദിവസമാണ് തിഥി. ചന്ദ്രൻ 27 ദിവസം 8 മണിക്കൂർ കൊണ്ട് ഭൂമിയെ ചുറ്റുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് 12.1/3 ഡിഗ്രി ആകാശത്തിൻ്റെ ഭാഗം കിഴക്കോട്ട് നീങ്ങും. ചന്ദ്രന് സൂര്യനിൽ നിന്നും കൃത്യമായി 12 ഡിഗ്രി അകലാൻ വേണ്ട കാലമാണ് ഒരു തിഥി. ശരി, ഇനി വാരം എന്താണെന്ന് നോക്കാം. വാരമെന്നാൽ ചന്ദ്രൻ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, അതായത് വെള്ളി, ശനി, സൂര്യൻ, അതായത് ഞായർ എന്നീ ഗ്രഹങ്ങളെ
യഥാക്രമം അധിപതിയാക്കിയാണ് അതേ പേരിൽ 7 വാരം കുറിച്ചിരിക്കുന്നത്. വാരമെന്നാൽ ആഴ്ച കൂടിയാണല്ലോ. അതുകൊണ്ട് ആഴ്ചയെപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് പറയാം. നക്ഷത്രമെന്നാൽ 27 നക്ഷത്ര വ്യൂഹങ്ങളാണ്. അവ ചന്ദ്രൻ്റെ പഥത്തിൽ ആണ് സങ്കല്പിച്ചിരിക്കുന്നത്. കരണം എന്നാൽ തിഥിയുടെ പകുതിയാണ് കരണം. അതായത് ചന്ദ്രന് സൂര്യനിൽ നിന്നും 6 ഡിഗ്രി അകലാൻ വേണ്ട സമയം. ഒരു മാസത്തിൽ 60 കരണം ഉണ്ടാകും. യോഗമെന്നാലോ സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും മേഷാദിയിൽ നിന്നും അവയിലേക്കുള്ള കോണീയ ദൂരം രണ്ടിനെയും കൂടെ കൂട്ടിയതിനെയാണ് രവിചന്ദ്ര യോഗം എന്നോ വെറും യോഗമെന്നോ പറയുന്നത്. കാലത്തിൻ്റെ കൃത്യമായി ആവർത്തിച്ചു വരുന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുമ്പോഴാണല്ലോ സമയമെന്ന സങ്കല്പമുണ്ടാവുന്നത്. പ്രാകൃത മനുഷ്യൻ്റെ മനസ്സിൽ സമയബോധമുണ്ടാക്കിയത് സൂര്യനാണെന്ന് പറയാം. പകൽ, രാത്രി ഇവയുടെ ആവർത്തനവും ദിവസവുമായിരിക്കും ഏറ്റവും പഴയ സമയസൂചിക. പ്രകൃതിയിലെ ഏറ്റവും പ്രകടമായ കാലയളവ് പകലും രാത്രിയും ചേർന്ന ദിവസമാണല്ലോ. രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം സൂര്യൻ്റെ സ്ഥാനം അനുസരിച്ച് ഏറിയും കുറഞ്ഞും ഇരിക്കുമെങ്കിലും രണ്ടും ചേർന്ന ദിവസത്തിന് ഏതാണ്ട് ഒരേ ദൈർഘ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു, പഴയ നമ്മുടെ പൗരാണികർ. പ്രായോഗിക സൗകര്യത്തിനായി ദിവസത്തെ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചു. 60 അടിസ്ഥാനമാക്കിയ ഷഷ്ട്യാധാര സമ്പ്രദായം, അതായിരുന്നു സുമേറിയരും ബാബിലോണിയരും കാൽദായരും ഒക്കെ ഉപയോഗിച്ചിരുന്ന സമ്പ്രദായം, ഗണിത സമ്പ്രദായം. എല്ലാം പങ്കുവെക്കുന്നത് ഇതേ പൈതൃകം തന്നെയാണ്. ഇവരാണ് ആദ്യമായി പകലിനെയും രാത്രിയെയും 12 വീതം തുല്യ ഖണ്ഡങ്ങളായി തിരിച്ചത്. അങ്ങനെ കിട്ടിയ ഓരോ ഖണ്ഡത്തെയും 60ആയും അതിനെ വീണ്ടും 60ആയും വിഭജിച്ചു. മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്നീ പദങ്ങൾ പിന്നീട് ഉണ്ടായതാണെങ്കിലും അടിസ്ഥാന വിഭജനം പുരാതനമാണ്. 60ൻ്റെ സൗകര്യത്തിന് കാരണം 60നെ നമുക്ക് 2, 3, 4, 5, 6, 10, 12, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാമല്ലോ. ഈ മാതൃക അതുകൊണ്ട് തന്നെ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന കാലയളവ് ചന്ദ്രന്റെ വളർച്ചയും തളർച്ചയും ചേർന്ന ഒരു ചക്രം പൂർത്തിയാക്കുന്ന ചാന്ദ്രമാസമാണ്. അത് 29-30 ദിവസങ്ങളോ അതിനിടയ്ക്കുള്ള ദിവസങ്ങളോ ആകാം. നൂറ്റാണ്ടുകൾ നിന്ന നിരീക്ഷണത്തിലൂടെ ചാന്ദ്രമാസത്തിന്റെ ദൈർഘ്യം 29.5309 ദിവസങ്ങളാണെന്ന് മെസപ്പൊട്ടോമിയക്കാർ തീരുമാനിച്ചു. ആധുനിക കണക്കനുസരിച്ചും ഇത് ഏതാണ്ട് 29.53058882 ദിവസങ്ങളാണ്. നിരീക്ഷണ ഫലത്തിൻ്റെ വിശകലനത്തിലൂടെയും അപഗ്രഥനത്തിലൂടെയും കാലനിർണയം നടത്തുന്നത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുടെ കാലയളവ് മനസ്സിലാക്കിയ പൗരാണികർ അതിനെ ഒരു മാസം അല്ലെങ്കിൽ മൂനാത്ത്, അതിനെ ചുരുക്കി മന്താക്കി എന്ന് വിളിച്ചു. വാസ്തവത്തിൽ മാസത്തിൻ്റെ സൂര്യനുമായോ അയനചലനത്തെ ആസ്പദമാക്കിയ വർഷവുമായോ അതിനെ ആശ്രയിക്കുന്ന ഋതുക്കളുമായോ ബന്ധമൊന്നുമില്ല. ദിവസം കഴിഞ്ഞാൽ വർഷമാണ് ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന കാലയളവ്. പക്ഷേ മനുഷ്യർക്ക് വർഷവും വേണം, മാസവും വേണം. ഋതുക്കളുടെ മാറ്റം തിരിച്ചറിയാൻ വർഷങ്ങളാക്കി വിഭജിച്ചപ്പോൾ മാസങ്ങളായി. 60നെ അടിസ്ഥാനമാക്കി എണ്ണമായി അംഗീകരിച്ച പൗരാണികർ വർഷത്തെ 30 ദിവസത്തിനടുത്തുള്ള 12 ഖണ്ഡങ്ങളായി തിരിച്ചത് യാദൃച്ഛികമല്ല. എന്നിട്ട് അടിസ്ഥാനപരമായി ചന്ദ്രനെ ചുറ്റിയുള്ള മാസങ്ങളും സൂര്യനെ ചുറ്റിയുള്ള മാസങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുത്താനുള്ള പരീക്ഷണങ്ങളാണ് നടത്തിയത്. ഒരു ചാന്ദ്രമാസത്തിന്
29.5 ദിവസം എന്ന കണക്കാക്കിയാൽ 12 ചാന്ദ്രമാസങ്ങൾക്ക് 354 ദിവസങ്ങളെ വരികയുള്ളൂ. ഇതാണ് ചാന്ദ്രവർഷം. പക്ഷേ ഇക്കണക്കിന് വർഷം നിശ്ചയിച്ചു പോയാൽ ഓരോ വർഷം കഴിയുന്തോറും ഋതുക്കളുടെ വരവ് 11 ദിവസം കണ്ട് താമസിക്കും. ക്രമേണ മഴക്കാലത്തിനും വേനൽക്കാലത്തിനും മറ്റും കലണ്ടറുമായി ബന്ധമില്ലാതായി. കൃഷിക്കും മറ്റും കലണ്ടർ ഉപയോഗശൂന്യമാകും. പൂർണ്ണമായ ചാന്ദ്രവർഷത്തെ പിന്തുടരുന്ന ഇസ്ലാമിക് കലണ്ടറിൽ അതാണ് സംഭവിക്കുന്നത്. മറ്റ് മിക്ക ആധുനിക കലണ്ടറും സൂര്യൻ്റെ അയനചലനത്തെ ആധാരമാക്കി വർഷത്തെ നിർവചിക്കുന്നത് കൊണ്ട് അവയുടെ മാസങ്ങൾക്ക് ഋതുക്കളുമായി ബന്ധമുണ്ട്. സൂര്യൻ്റെ ഉത്തരദക്ഷിണ അയനചലനം പൂർത്തിയാക്കി പുറപ്പെട്ട സ്ഥാനത്ത് എത്താൻ വേണ്ട കാലമാണ് ഒരു സൗരവർഷം, അതല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഇയർ. സൗരവർഷത്തിലെ മാസങ്ങൾക്ക് ചാന്ദ്രമാസങ്ങളായി ബന്ധമൊന്നുമില്ല. ഇങ്ങനെ നിർണയിക്കുന്ന സൗരവർഷത്തിൻ്റെ കൃത്യമായ ദൈർഘ്യം 365.242199 ദിവസങ്ങളാണ്. അതിനോടടുത്ത 365 ദിവസങ്ങളാണ് മിക്ക കലണ്ടറുകളിലെയും വർഷത്തിൻ്റെ ദൈർഘ്യം. ഇതിനെ അവഗണിച്ച് വർഷത്തെ 30 ദിവസം വീതമുള്ള 12 മാസങ്ങളായി വിഭജിച്ച് ഈജിപ്തുകാർക്ക് വർഷത്തിന് ഋതുക്കളുമായുള്ള ബന്ധം നിലനിർത്താൻ 12 × 30 = 360 ദിവസം കഴിഞ്ഞ് 5 ദിവസം ഡൈസ്നോൺ കൂടെ പ്രഖ്യാപിക്കേണ്ടി വന്നു. കലണ്ടറിൽ ഇല്ലാത്ത വിശേഷ ദിവസങ്ങളായിരുന്നു ഈ ഡയസ്നോൺ. മെസപ്പൊട്ടേമിയക്കാരാകട്ടെ ഒന്നിടവിട്ട് 29-30 ദിവസം വീതമുള്ള 12 ചാന്ദ്രമാസങ്ങളെ 365 ദിവസങ്ങളുള്ള വർഷത്തിലൊതുക്കാനായി 3 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു അധിമാസം, അതല്ലെങ്കിൽ ഇൻ്റർകാലറി മന്ത് പ്രഖ്യാപിച്ചു. ആ കൊല്ലത്തിന് 13 മാസങ്ങളുണ്ടായി. ഈ സമ്പ്രദായം ഇന്ത്യയിലും ഉണ്ടായിരുന്നു. 365 ദിവസങ്ങളടങ്ങുന്ന വർഷത്തിൻ്റെ പ്രായോഗിക ദൈർഘ്യമെടുത്ത് കലണ്ടർ നിർമ്മാതാക്കൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഋതുക്കൾ കലണ്ടറിൽ നിന്നും മാറിപ്പോകുന്നതായി കണ്ടു. കൃത്യമായ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ വർഷത്തിൻ്റെ ദൈർഘ്യം 365.25 ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി. അതിനനുസരിച്ച് കലണ്ടർ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ജനങ്ങളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ 100 കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ദിവസത്തിനും മാസത്തിനും വർഷത്തിനും ജ്യോതിശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ടെന്ന് നമ്മൾ കണ്ടുവല്ലോ. പക്ഷേ 7 ദിവസം അടങ്ങുന്ന ആഴ്ചകൾ തികച്ചും കൃത്രിമവും താരതമ്യേന പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ ഒരു കാലയളവ് മാത്രമാണെന്ന് കാണാം. ഈജിപ്തുകാർ 10 ദിവസം വീതമുള്ള 3 ആഴ്ചകളായാണ് ആദ്യം മാസത്തെ വിഭജിച്ചിരുന്നത്. മെസപ്പൊട്ടേമിയക്കാർ മതപരമായ ആവശ്യങ്ങൾക്ക് 7 ദിവസമുള്ള ആഴ്ച ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം. ഇറാനിലും സപ്തദിനവാനം ഉണ്ടായിരുന്നു. AD 321 കോൺസ്റ്റാന്റിൻ ചക്രവർത്തി സപ്തദിനം ഏർപ്പെടുത്തിയതോടെയാണ് അത് ജൂലിയൻ കലണ്ടറിൻ്റെ ഭാഗമായത്. യഹോവ 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയെന്നും 7-ാം ദിവസം വിശ്രമിച്ചു എന്നും ഉള്ള ബൈബിൾ കഥ ഈ വിഭജനത്തിന് മതപരമായ ഒരു പരിവേഷം നൽകുകയുണ്ടായി. സൗര കലണ്ടർ എന്താണെന്ന് നോക്കാം. സൂര്യോദയം വരെയോ അസ്തമയം മുതൽ അടുത്ത അസ്തമയം വരെയുള്ള സമയത്തെയോ ആണ് ആദ്യമൊക്കെ ഒരു ദിവസമായി പരിഗണിച്ചിരുന്നത്. ഉദയാസ്തമയങ്ങളുടെ സമയം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായതോടെ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം മാറുന്നുണ്ടെന്ന് മനസ്സിലായി. അതോടെ 2 അർദ്ധരാത്രികൾക്കിടയിലെ സമയത്തെ ദിവസമായി കണക്കാക്കി തുടങ്ങി. ഇന്ത്യയിൽ ഇത് ആര്യഭടനാണ് കൊണ്ടുവന്നത്. ദിവസമാണല്ലോ മാസങ്ങൾ, ഋതുക്കൾ, വർഷം മുതലായവ അളക്കാനുള്ള അടിസ്ഥാന ഏകകം. സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയോ അസ്തമയം മുതൽ അടുത്ത അസ്തമയം വരെയോ ഉള്ള സമയത്തെയാണ് ആദ്യമൊക്കെ ദിവസമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ
സൂര്യോദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും സമയം മാറുന്നതിനാൽ ദിവസത്തിൻ്റെ ദൈർഘ്യം മാറും. അതുകൊണ്ട് തുടർച്ചയായ 2 അർദ്ധരാത്രികൾക്കിടയിലുള്ള കാലയളവിനെ ദിവസത്തിൻ്റെ ദൈർഘ്യമായി കണക്കാക്കി തുടങ്ങി. അപ്പോഴും ദിവസത്തിൻ്റെ ദൈർഘ്യം സ്ഥിരമല്ല എന്ന് കണ്ടു. ശരാശരി സൗരദിനം എന്ന ആശയം ഉണ്ടായി. ഒരു സ്ഥലത്തെ ഉച്ചരേഖ അല്ലെങ്കിൽ മെറിഡിയനിലൂടെ തുടർച്ചയായ 2 സംക്രമങ്ങളുടെ ഇടയിലുള്ള കാലയളവുകളുടെ ഒരു വർഷത്തെ ശരാശരി ആയിരിക്കും ഒരു ശരാശരി സൗരദിനം. സൗരദിനത്തിന് പുറമെ നക്ഷത്രദിനവും അതല്ലെങ്കിൽ സൈഡീരിയൽ ഡേ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സൂര്യന് അഭിമുഖമായി ഭൂമി ഭ്രമണം ചെയ്യുന്നതിൻ്റെ സമയത്തിന് പകരം സ്ഥിരനക്ഷത്ര മണ്ഡലത്തെ ആധാരമാക്കി ഭൂമി കറങ്ങുന്ന സമയം കണക്കാക്കുന്ന രീതിയാണിത്. ഏതെങ്കിലും ഒരു സ്ഥിരനക്ഷത്രം ഉച്ചരേഖയിലൂടെ തുടർച്ചയായി, അതായത് മെറിഡിയനിലൂടെ തുടർച്ചയായി 2 തവണ സംക്രമിക്കുന്നതിനിടയിലുള്ള സമയമാണ് നക്ഷത്രദിനം. ഇത് സൗരദിനത്തേക്കാൾ അല്പം, അതായത് 4 മിനിറ്റ് കുറവായിരിക്കും. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ പൂർണ്ണമായി തിരിഞ്ഞു കഴിയുമ്പോഴേക്കും സൂര്യൻ ഏതാണ്ട് 1 ഡിഗ്രിയോളം കിഴക്കോട്ട് നീങ്ങിയിരിക്കുന്നതായി അനുഭവപ്പെടും. വാസ്തവത്തിൽ ഭൂമി അതിൻ്റെ പരിക്രമണ പാതയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഇവിടെ ഈ ആനിമേഷൻ നോക്കിയാൽ ഇക്കാര്യം മനസ്സിലാവും. സൗരദിനത്തിൽ കൃത്യമായി ഭൂമി ഒരു കറക്കം കറങ്ങി സൂര്യൻ്റെ മുൻപിൽ എത്തുമ്പോഴേക്കും വരുന്ന ആ ഒരു ദിവസത്തിനാണ് സൈഡീരിയൽ ഡേ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും 1 ഡിഗ്രി 4 മിനിറ്റ് നേരെ സഞ്ചരിച്ചാൽ മാത്രമേ അത് കൃത്യമായി ഒരു സോളാർ ഡേ ആയി മാറുകയുള്ളൂ. ഇതാണ് ഈ ആനിമേഷൻ്റെ അർത്ഥം. അതുകൊണ്ട് നക്ഷത്രങ്ങളെ ആസ്പദമാക്കി ഭൂമി ഒരു കറക്കം പൂർത്തിയാക്കി കഴിഞ്ഞാലും സൂര്യന് അഭിമുഖമായി എത്തുന്നതിന് ഭൂമിക്ക് ഏകദേശം 1 ഡിഗ്രി കൂടി തിരിയേണ്ടി വരും. എങ്കിലേ സൗരദിനം പൂർത്തിയാകൂ. മറ്റൊരർത്ഥത്തിൽ സ്വയം കറങ്ങുന്ന ഭൂമി 1 വർഷം കൊണ്ട് 1 തവണ ചുറ്റി വരുമ്പോഴേക്കും 1 കറക്കം കൂടുതൽ കറങ്ങിയതായി നക്ഷത്രമണ്ഡലത്തിൽ നിന്നും നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തോന്നും. സൗരദിനങ്ങൾ സമം 365.242199. അതേസമയം നക്ഷത്രദിനങ്ങൾ 366.242199 എന്ന് കാണാം. ഭൂമിയുടെ യഥാർത്ഥ നക്ഷത്രദിനം പൊതുവെ സ്ഥിരതയുള്ളതാണെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ അതുപോലും സ്ഥിരമല്ലെന്ന് വളരെ പതുക്കെ ഭൂമിയുടെ ഭ്രമണവേഗത കുറയുന്നുവെന്ന് ആധുനിക പഠനം സൂചിപ്പിക്കുന്നു. ഭ്രമണ സമയത്തിനും നക്ഷത്ര ദിനത്തിനും തമ്മിൽ കാണപ്പെടുന്ന ചെറിയ വ്യത്യാസം, അതായത് ഏതാണ്ട് 0.009 സെക്കൻഡ്, വലിയ ഒരു കാരണമുണ്ട്. ജ്യോതിശാസ്ത്രജ്ഞന്മാർ നക്ഷത്രദിനത്തെ നിർവചിക്കുന്നത് ക്രാന്തിവൃത്തവും ഖഗോളമധ്യരേഖയും സന്ധിക്കുന്ന ബിന്ദുവിൻ്റെ സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് വസന്ത വിഷുവബിന്ദുവും മറ്റേത് ശരത് വിഷുവബിന്ദുവുമാണ്. വസന്ത വിഷുവബിന്ദു മേടൻ രാശിയുടെ തുടക്കത്തിലാണ്. പക്ഷേ ഈ ബിന്ദു പതുക്കെ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പരീക്ഷണം തെളിയിക്കുന്നു. ഇത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതല്ല. BC 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഹിപ്പാർക്കസ് എന്ന ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനാണ് ആദ്യം ഇത് കണ്ടെത്തിയത്. ഈ നീക്കത്തിന് വിഷുവബിന്ദുവിൻ്റെ പുരസരണം, അതല്ലെങ്കിൽ പ്രിസഷൻ ഓഫ് ഇക്വിനോക്സ് എന്ന് പറയും. ഇവിടെ ഈ ആനിമേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഭൂമിയുടെ അച്ചുതണ്ട് 1 പ്രാവശ്യം ചുറ്റി അതൊന്ന് കറങ്ങി വരുമ്പോഴേക്കും ആ അച്ചുതണ്ടിന് ഉണ്ടാകുന്ന ചെറിയ ഒരു ജൈറേഷൻ എഫക്റ്റ്, അതുകൊണ്ടാണ് പുരസരണം സംഭവിക്കുന്നത്. വിഷുവബിന്ദുവിൻ്റെ പുരസരണത്തിന് കാരണം ഭൂമിയുടെ അച്ചുതണ്ടിന് സംഭവിക്കുന്ന ചാഞ്ചാട്ടം, അതല്ലെങ്കിൽ ജൈറേഷൻ ആണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പരത്തിൻ്റെ അക്ഷം ആടുന്നത് പോലുള്ള ഒരു ചലനമാണിത്. ഭൂവക്ഷം ഇങ്ങനെ 72 വർഷങ്ങൾ കൊണ്ട് ഖഗോളത്തിൽ 1 ഡിഗ്രി മാത്രമേ നീങ്ങുകയുള്ളൂ. അതിന് 72 വർഷങ്ങളെടുക്കും.
അതുകൊണ്ടാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഖഗോളത്തിൽ ഒരു ഡിഗ്രി നീങ്ങുകയും 75,800 വർഷങ്ങൾ കൊണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പുരസരണം കലണ്ടറുകളെ കുഴപ്പത്തിലാക്കാറുണ്ട്. സൗരചാന്ദ്ര കലണ്ടർ എന്താണെന്ന് നോക്കാം. പൗരാണികർ ദിവസമെന്ന സമയനിർണയത്തിന് സൂര്യനെയും മാസം നിർണയിക്കുന്നതിന് ചന്ദ്രയെയും ആശ്രയിച്ചു. കൃത്യതയുള്ള കലണ്ടർ വേണമെങ്കിൽ സൂര്യൻ്റെ ചലനവും ചന്ദ്രൻ്റെ ചലനവും യോജിപ്പിച്ചാലേ സാധ്യമാവുകയുള്ളൂ. കാരണം 29.5 ദിവസങ്ങൾ ഉള്ള 12 മാസങ്ങൾ ചേർന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ 354 ദിവസങ്ങളെ ആവുന്നുള്ളൂ. എന്നാൽ വർഷം തികക്കാൻ 365.25 ദിവസങ്ങൾ വേണം. അതായത് 11 ദിവസങ്ങൾ കൂടി വേണം. ബാബിലോണിയയിലെ കാൽദിയന്മാർ ചാന്ദ്ര സൂര്യ കലണ്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ആദ്യം ഒരു 8 വർഷ ചക്രം പരീക്ഷിച്ചു. 8 വർഷ ചക്രങ്ങൾക്ക് 8 സൗരവർഷങ്ങൾക്ക് 2921.94 ദിവസങ്ങളും 99 ചന്ദ്രമാസങ്ങൾക്ക് 2923.53 ദിവസങ്ങളും വേണ്ടിവരുമെന്ന് അവർ കണ്ടെത്തി. അതായത് 8 സൗരവർഷ ചക്രത്തിൽ 2 ചാന്ദ്രമാസങ്ങൾ വീതമുള്ള 8 ചക്രങ്ങൾക്ക് പുറമേ 3 അധിമാസങ്ങൾ കൂടി വേണം എന്ന് കണ്ടു. എന്നാലും അല്പം പിശക് വരുന്നുണ്ട്. 1.59 ദിവസങ്ങളുടെ പിശക്. പിന്നീട് അവർ 19 സൗരവർഷങ്ങൾ ചേർന്ന പുതിയൊരു ചക്രം ഉപയോഗിച്ചു. ഈ 19 സൗരവർഷങ്ങളിൽ 6939.60 ദിവസങ്ങളായിരിക്കും. അതിൽ ഏതാണ്ട് 235 ചന്ദ്രമാസങ്ങളും 6939.69 ദിവസങ്ങളും ഉണ്ടാവും. വ്യത്യാസമാകട്ടെ 19 വർഷത്തിനിടയ്ക്ക് 0.09 ദിവസങ്ങൾ മാത്രം. അതായത് 210 വർഷം കഴിയുമ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പുരാതന ജൂതന്മാരും പല ഇസ്ലാമിക രാജ്യങ്ങളും ചാന്ദ്ര കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇറാഖ്, അൾജീരിയ, ലെബനൻ, കുവൈറ്റ്, ലിബിയ, മൗറിട്ടാനിയ, മൊറാക്കോ, നൈജീരിയ, സൗദി അറേബ്യ തുടങ്ങിയ സിറിയ, സോമാലിയ, സുഡാൻ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ചാന്ദ്ര കലണ്ടർ ഉപയോഗിക്കുമ്പോൾ വിയറ്റ്നാം, ചൈന, കൊറിയ, മംഗോളിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചാന്ദ്ര സൗര കലണ്ടർ ഉപയോഗിക്കുന്നു. ജൂത കലണ്ടറാണ് എന്താണ് ജൂത കലണ്ടർ നോക്കാം. ജൂത കലണ്ടർ ഒരു ചാന്ദ്ര കലണ്ടറാണെന്ന് പറയാം. മാസത്തിൻ്റെ പേരുകളൊക്കെ പഴയകാല ബാബിലോണിയരിൽ നിന്നും കടം കൊണ്ടതാണ്. ഈ കലണ്ടറിനെ സൗര കലണ്ടറുമായി ഇണക്കിച്ചേർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. മാസത്തിൻ്റെ ആരംഭം കുറിക്കുന്നതിനും അധിമാസങ്ങൾ ചേർക്കുന്നതിനും ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടോടെയാണ് തുടങ്ങിയത്. അധിമാസങ്ങൾ 19 വർഷചക്രം അനുസരിച്ചാണ് കൂട്ടിച്ചേർത്തത്. മായൻ കലണ്ടർ എന്താണെന്ന് നോക്കാം. പൗരാണിക മെസോകൊളംബിയൻ അമേരിക്കയിലെ ഗ്വാട്ടിമാല, വേരാക്രൂസ്, ഒയക്സാഗ, ചിയാസ്, മെക്സിക്കോ തുടങ്ങിയ ആധുനിക രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറാണിത്. ഇത് BC 5-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിച്ചു വരുന്നു. മറ്റ് മെസോ അമേരിക്കൻ രാജ്യങ്ങളായ സപ്പോട്ടെക്, ഓൾമെക്, മിക്ടെക്, അസ്ട്രക് എന്നിവിടങ്ങളിലെ കലണ്ടറുകളുമായി ഇത് ഒത്തുപോകുന്നുണ്ട്. ഇറ്റ്സാമ എന്ന ദേവതയാണത്രേ ഈ കലണ്ടർ ഇവർക്ക് നൽകിയതാണ് എന്നാണ് വിശ്വാസം. സെൻട്രൽ മെക്സിക്കോയിലെ പ്രീ കൊളംബിയൻ ജനതയ്ക്ക് അസ്ട്രക്കുകൾ എന്നാണ് പറയുന്നത്. ഇവരുടെ കലണ്ടറിനും പുരാതന മെസോ അമേരിക്കൻ അല്ലെങ്കിൽ മായൻ കലണ്ടറിനും സാമ്യമുണ്ട്. 365 ദിവസങ്ങളുള്ള ഈ കലണ്ടറിൽ 260 ദിവസങ്ങളുടെ ഒരു ആചാരചക്രം അതല്ലെങ്കിൽ റിച്വൽ സൈക്കിൾ ഉണ്ട്. കലണ്ടറിലെ 52 വർഷക്കാലയളവിനെ കളർ റൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇത് ആധുനിക നൂറ്റാണ്ടിന് സമമാണത്രേ. അസ്ട്രക്കുകളുടെ ഈ കലണ്ടർ ഒരു സൗര കലണ്ടറാണ്. റോമൻ സാമ്രാജ്യവും റിപ്പബ്ലിക്കും ഉപയോഗിച്ചിരുന്ന റോമൻ കലണ്ടർ റോമിലെ ഏകാധിപതിയായിരുന്ന ജൂലിയസ് സീസറും അഗസ്റ്റസ് ചക്രവർത്തിയും ഉണ്ടാക്കിയതായിരുന്നു. അവർ തന്നെ അത് നവീകരിക്കുകയും ചെയ്തു.
ബൈസാന്റിയൻ അലക്സാണ്ട്രിയൻ കലണ്ടറുമായി ഇതിന് ബന്ധമൊന്നുമില്ല. യഥാർത്ഥ റോമൻ കലണ്ടറിൽ മാർച്ച് മാസം തുടങ്ങുന്ന വർഷത്തിന് 10 മാസങ്ങളേ ഉള്ളൂ. ശരത്കാലം ഒഴിവാക്കപ്പെട്ടിരുന്നു. 8 ദിവസങ്ങളടങ്ങുന്ന 38 നോൺ ഡയനൽ ചക്രങ്ങളടങ്ങുന്നതാണ് ഈ കലണ്ടർ. ജനുവരി, ഫെബ്രുവരി എന്നീ ശരത് മാസങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുകയുണ്ടായത്. 7-ാം നൂറ്റാണ്ടിലായിരുന്നു ഇസ്ലാം മതത്തിൻ്റെ ഉദയം. ഇസ്ലാമിലെ ഭരണാധികാരികൾ വിജ്ഞാന ശാഖകളുടെ വ്യാപനത്തിന് മുൻകൈയെടുത്തവരാണ്. മതപരമായ കാരണങ്ങളാൽ ചാന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയ കലണ്ടറുകൾക്ക് ആയിരുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ മുൻതൂക്കം. പൊതുവെ ഇസ്ലാമിക സമൂഹം വ്യാപാരികളുടെ സമൂഹമായതിനാൽ കാർഷിക വൃത്തിയിൽ അത്രയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഋതുഭേദം മനസ്സിലാക്കുന്നതിലും വേണ്ടത്ര താല്പര്യം അവർ ചെലുത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. AD 622 പ്രവാചകൻ തൻ്റെ അനുയായികളുമൊത്ത് മെക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്ത വർഷത്തിൽ പുതിയ ഹിജറ യുഗം ആരംഭിച്ചു. ഹിജറ കലണ്ടർ ഒരു ചാന്ദ്ര കലണ്ടറായിരുന്നു. 29 ദിവസങ്ങളടങ്ങുന്ന 12 മാസങ്ങളിലായി 354 355 ദിവസങ്ങളടങ്ങുന്ന ഒരു ചാന്ദ്ര കലണ്ടർ. റംദാൻ തുടങ്ങുന്നതിൻ്റെയും ഹജ്ജ് ചടങ്ങുകൾക്കും മറ്റും മതപരമായ ദിവസങ്ങൾ കണക്കുകൂട്ടാനും ഹിജറ കലണ്ടർ ഉപയോഗിച്ചുവെങ്കിലും മറ്റ് സിവിൽ ആവശ്യങ്ങൾക്ക് ഇസ്ലാമിക് രാജ്യങ്ങൾ ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും. പരമ്പരാഗത ചൈനീസ് കലണ്ടർ കാർഷിക വൃത്തിക്ക് ആവശ്യമായ ഒരു സൗരചാന്ദ്ര കലണ്ടറായിരുന്നു. ഇതേ കലണ്ടറാണ് 6-ാം നൂറ്റാണ്ട് വരെ ജപ്പാൻകാരും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മേജീസ് കാലഘട്ടത്തിന് ശേഷം ജപ്പാൻകാർ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിച്ചു വരുന്നു. ചൈനയുടെ പുതുവർഷം, ലാൻഡേൺ ഉത്സവം തുടങ്ങിയ കാര്യങ്ങൾക്ക് ദിവസം നിശ്ചയിക്കുന്നത് ഈ കലണ്ടർ പ്രകാരം. ചൈനക്കാരുടെ ഈ കലണ്ടർ അനുസരിച്ച് ദിവസം തുടങ്ങുന്നത് അർദ്ധരാത്രിയിലും മാസം അമാവാസിയുടെ അടുത്ത നാളിലും വർഷം ശരത് വിഷത്തിന് ശേഷം വരുന്ന അമാവാസി നാളിലുമായിരുന്നു. ചൈന ഉത്തരധ്രുവത്തോട് അടുത്ത നാടായതുകൊണ്ട് ആവാം ശരത് വിഷത്തിന് പ്രാധാന്യം കൈവന്നത്. ഇപ്പോൾ ചൈനക്കാരും ജപ്പാൻകാരും എല്ലാ കാര്യത്തിനും ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഉപയോഗത്തിലിരുന്ന ചാന്ദ്ര സൗര കലണ്ടർ ഹിന്ദു കലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കലണ്ടറിന് നിരവധി പ്രാദേശിക വകഭേദങ്ങളുണ്ട്. പ്രാദേശിക വകഭേദങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഡെക്കാൻ പ്രദേശത്തുണ്ടായിരുന്ന ശാലിവാഹന ശക കലണ്ടറായിരുന്നു. മധ്യേന്ത്യയിലും വടക്കേന്ത്യയിലും ഉപയോഗത്തിലിരുന്നത് വിക്രം സമ്പത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു കലണ്ടറാണ്. തമിഴ്നാടിനും കേരളത്തിനും അവരുടേതായ സ്വന്തം കലണ്ടറുകളുമുണ്ട്. പുരാതന ഹിന്ദു കലണ്ടറിൻ്റെ അടിത്തറ ജൂത ബാബിലോണിയൻ കലണ്ടറാണെന്ന് പറയപ്പെടുന്നു. ഓരോ 32-33 മാസങ്ങൾ കൂടുന്തോറും ഒരധിമാസം കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു. വേദിക് കാലഘട്ടം മുതൽ ഹിന്ദു മതവിഭാഗത്തിൻ്റെ ആചാരപരവും മതപരവുമായ ആഘോഷങ്ങൾ പരമ്പരാഗത ഹിന്ദു കലണ്ടർ അനുസരിച്ചാണ് നടത്തിപ്പോന്നിരുന്നത്. ക്രമേണ ബുദ്ധമതം വ്യാപകമായപ്പോൾ അവരുടെ സൗരചന്ദ്ര കലണ്ടർ ഉപയോഗിക്കപ്പെട്ടു. ഈ കലണ്ടർ കംബോഡിയ, മ്യാൻമാർ, ലാവോസ്, ശ്രീലങ്ക, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഹിന്ദു കലണ്ടർ ജ്യോതിഷവും രാശിചക്രവുമായും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ജൂലിയൻ കലണ്ടർ എന്താണെന്ന് നോക്കാം. BC 1-ാം ശതകത്തിൽ നിലവിലുണ്ടായിരുന്ന 1-ാം റോമൻ കലണ്ടറിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി BC 45 ജനുവരി 1-ന് റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ പുറപ്പെടുവിച്ച ഒരു ശാസന പ്രകാരം നിലവിൽ വന്ന കലണ്ടറാണ് റോമൻ കലണ്ടർ. ഡോസിജനസ് ഓഫ് അലക്സാൻഡ്രിയ തുടങ്ങിയ ഗണിതശാസ്ത്രജ്ഞന്മാരുടെയും മറ്റും സഹായത്തോടെ നിർമ്മിച്ച കലണ്ടറാണിത്. ഒട്ടുമിക്ക പടിഞ്ഞാറൻ രാജ്യങ്ങളിലും 1600 വർഷങ്ങൾ ഈ കലണ്ടർ പ്രചാരത്തിലിരുന്നു. ഇപ്പോഴും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് ഈ കലണ്ടർ ഉപയോഗിച്ചു വരുന്നുണ്ട്. ജൂലിയൻ കലണ്ടറിൽ
രണ്ട് തരത്തിലുള്ള വർഷങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഒന്ന് 365 ദിവസത്തിൻ്റെയും 366 ദിവസത്തിൻ്റെയും 3 സാധാരണ വർഷങ്ങളും ഒരു അതിവർഷവുമാണ് ജൂലിയൻ കലണ്ടറിൽ ഉള്ളത്. ശരാശരി ഒരു വർഷത്തിന് 365.25 ദിവസങ്ങൾ എന്ന കണക്ക് ഒരു സൗരവർഷമായ 365.242119 9 ദിവസത്തേക്കാൾ കൂടുതലാണ്. അങ്ങനെ 128 വർഷങ്ങളിൽ ഒരു ദിവസം ജൂലിയൻ കലണ്ടറിൽ കൂടുതലുണ്ടാവും. 1901 മുതൽ 2099 വരെയുള്ള 13 ദിവസങ്ങൾ ജൂലിയൻ കലണ്ടറിൽ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ പിന്നിലായിരിക്കും. ഗ്രിഗോറിയൻ കലണ്ടർ എന്താണെന്ന് നോക്കാം. നിയമപരവും സിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്ന ആധുനിക കലണ്ടറാണിത്. 1582 അന്നത്തെ പോപ്പ് ഗ്രിഗറി 13 നിലവിലുണ്ടായിരുന്ന ജൂലിയൻ കലണ്ടറിനെ പരിഷ്കരിക്കുവാൻ തയ്യാറാക്കിച്ചതാണ് ഗ്രിഗോറിയൻ കലണ്ടർ. സൗരവർഷത്തെ ആധാരമാക്കിയാണ് ഈ കലണ്ടർ ഉണ്ടാക്കിയത്. ഈ കലണ്ടറിൽ 4 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദിവസത്തെ 4ാമത്തെ വർഷം കൂട്ടിച്ചേർത്ത് അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആക്കുന്നു. എന്നാൽ വർഷങ്ങൾ 100 കൊണ്ട് ഹരിക്കാവുന്നവയാണെങ്കിൽ അത് അതിവർഷമാവുന്നില്ല. പക്ഷേ ഈ നൂറ്റാണ്ട് 4 കൊണ്ട് ഹരിക്കാവുന്നവയാണെങ്കിൽ മാത്രം അതിവർഷമായി തീരുന്നു. ഉദാഹരണത്തിന് 1700, 1800, 1900 എന്നീ വർഷങ്ങൾ അതിവർഷമല്ലാതാകുമ്പോൾ 2000 അതിവർഷമാകുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കാൻ 2 കാരണങ്ങളുണ്ട്. ഇതാണ് 13ാം ബിഷപ്പായ പോപ്പ് ക്രിസ്റ്റഫർ ക്ലേവിയസ് എന്ന പോപ്പ് ഗ്രിഗറി എന്നറിയപ്പെടുന്ന പോപ്പ് ക്രിസ്റ്റഫർ ക്ലേവിയസും അദ്ദേഹത്തിൻ്റെ തീട്ടൂരവുമാണിത്. ഒന്ന്, ജൂലിയൻ കലണ്ടർ സൗരവർഷത്തെ 365.2 ദിവസങ്ങളെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചു. ഒരു നൂറ്റാണ്ടിൽ ഒരു ദിവസം കൂടുതൽ. അങ്ങനെ എല്ലാ 4 വർഷം കൂടുന്തോറും ഒരു അതിവർഷമുണ്ടായി. ഗ്രിഗോറിയൻ കലണ്ടറിൽ വർഷത്തിൻ്റെ ദൈർഘ്യത്തെ 0.0075 ദിവസം കൊണ്ട് കുറക്കുകയും വിഷുവങ്ങൾ മാറുന്നത് തടയുകയും ചെയ്തു. രണ്ടാമത് AD 365 ഒന്നാമത്തെ കൗൺസിൽ ഓഫ് നിക്കേയ പ്രകാരം ഒരു അതിദിനം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വസന്ത വിഷുവം മാർച്ച് 21 മുൻപേ വരുന്നത് തടയാനായിരുന്നു അങ്ങനെ ചെയ്തത്. ക്രിസ്ത്യാനികൾക്ക് ഈ ദിവസം ഈസ്റ്റർ തീയതി കണക്ക് കൂട്ടാൻ പ്രധാനമായിരുന്നു. 1582 ഒക്ടോബർ 4 എന്ന തീയതി ഒക്ടോബർ 15 തിരുത്തപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്ത പരിഷ്കരണം പൂർത്തിയാക്കിയെങ്കിലും ചർച്ചിൻ്റെ ആഗ്രഹമനുസരിച്ച് അത് ഒരു ഭൗമകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത്. യൂറോപ്പിലെ എല്ലാ കത്തോലിക്ക രാജ്യങ്ങളും അവരുടെ കോളനികളും പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് രാജ്യങ്ങളും ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ചു. ജൂലിയൻ കലണ്ടർ പോലെ ഗ്രിഗോറിയൻ കലണ്ടറും 28 ദിവസം മുതൽ 31 വരെ ദിവസങ്ങൾ അടങ്ങുന്ന 12 മാസങ്ങളോടുന്ന സൗര കലണ്ടറാണ്. വർഷത്തിൽ 365 ദിവസങ്ങൾ അടങ്ങുന്നതും ഫെബ്രുവരി മാസത്തിൽ ഒരു അതിദിവസം കൂട്ടിച്ചേർക്കുന്നതുമായ കലണ്ടറുമാണ്.